ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാനുള്ളത് നമ്മളെ ടെറസിലാണ്. കണ്ടില്ലേ, ഇത് നമ്മളെ മുളകിൽ നല്ല കൊലയായിട്ട് മുളക് കായ്ച്ച് കിടക്കുന്നത് കണ്ടില്ലേ. നമുക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രോ ബാഗ് തന്നെ വേണമെന്നില്ല കേട്ടോ. ഇതുപോലത്തെ ഒരു പഴയ ചാക്കിൽ കുറച്ച് മണ്ണും ചാറോ പിന്നെ നമ്മൾ വീട്ടിലിടുന്ന വേസ്റ്റോ എല്ലാം ഇട്ടിട്ട് നമുക്ക് വിത്ത് പുറത്തുനിന്ന് വാങ്ങിക്കണമെന്ന് ഇല്ല. നമ്മൾ വീട്ടിലേക്ക് വറ്റൽമുളക് വാങ്ങിക്കുന്ന സമയത്ത് അതിൻ്റെ കുരു നമുക്ക് ശേഖരിച്ച് വെച്ചിട്ട് ഇതുപോലെ വിത്തിട്ട് മുളപ്പിച്ചിട്ട് ഇതുപോലെ ചെടിയാക്കാം. ഞാൻ അതുപോലെ ചെയ്തതാണ് കേട്ടോ. കണ്ടില്ലേ, ഇപ്പോൾ എല്ലാം 2-3 പച്ചമുളകിൻ്റെ ചെടിയുണ്ട്. കണ്ടില്ലേ, കൊല പോലെ കായ്ച്ച് കിടക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിയേ, വിഷാംശങ്ങളൊന്നും അടിക്കാത്ത നല്ല നാടൻ പച്ചമുളക്. നമ്മൾ കറിക്ക് എപ്പോഴാണോ നമുക്ക് ഇടേണ്ട ആവശ്യം ആ സമയത്ത് വന്ന് പറിച്ചാൽ മതി. അതൊരു പ്രത്യേകം രസം തന്നെ കേട്ടോ, പ്രത്യേക ഒരു സന്തോഷം തന്നെയാണ് അതുപോലെ ചെയ്യുമ്പോൾ. പിന്നെ ഇത് നമ്മളെ പപ്പായാണ്. ഇത് അതുപോലെ തന്നെ ഞാൻ വീട്ടിലേക്ക് പപ്പായ വാങ്ങിച്ച സമയത്ത് അതിൻ്റെ കുരു എടുത്തിട്ട് പാകിയതാണ്. ഇപ്പോൾ കണ്ടില്ലേ, അതിൽ പപ്പായ പൂ വരെ വന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ പപ്പായ ചെടി. ഇതിൻ്റെ ഉൾവശം നല്ല ചുവപ്പ് കളറാണ് കേട്ടോ. പിന്നെ നല്ല ടേസ്റ്റും ഉണ്ട്, മധുരവും ഉണ്ടാവും കേട്ടോ. ഇത് പച്ചക്ക് കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ്. ഇത് നമ്മളെ ചെറുനാരങ്ങ ചെടിയാണ്. പിന്നെ ഈ ചെറുനാരങ്ങ ചെടിയിൽ ഇതുപോലെ ഇലകൾ ചുരുണ്ട് വരുന്നുണ്ട്. ഇത് എന്തായിരിക്കും ഇതിൻ്റെ കാരണം? വെയിൽ കൊള്ളാത്ത കൊണ്ടാണോ, അല്ലെങ്കിൽ വളത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നമാണോ? നമ്മൾ ഈ ഇല ചുരുണ്ട രോഗം എന്നെല്ലാം കേട്ടിട്ടില്ലേ, കൃഷിയിലെല്ലാം വരുന്നത്, അതുപോലെ ആണോ? പിന്നെ ഇത് ഞാൻ ബക്കറ്റിലാണ് കേട്ടോ നട്ടത്, അതുകൊണ്ടായിരിക്കുമോ ഇങ്ങനെ വരുന്നത്? വളർച്ചയ്ക്ക് വേറെ പ്രശ്നമില്ല, നല്ല രീതിയിൽ തന്നെ വളരുന്നുണ്ട്. പക്ഷെ അവിടെ എല്ലാം ചുരുങ്ങി നിൽക്കുന്നുണ്ട് ഇലകളെല്ലാം. ഇതൊരു പയർ ചെടിയാണ് കേട്ടോ, വാള് പോലത്തെ ഒരു പയറാണ്. ചെടിയും അല്ല പിന്നെ വള്ളിയും അല്ല, ആ രീതിയിലുള്ള ഒരു പയറാണ്. പക്ഷേ ഇതിൻ്റെ പേര് എനിക്ക് അത്ര അറിയില്ല. ഇപ്പം അത് നല്ല രീതിക്ക് തന്നെ പൂവ് ഇട്ടിട്ടുണ്ട്. ഈ പയറിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് കമ്പൊന്നും കെട്ടി കൊടുക്കേണ്ട ആവശ്യമില്ല, അത് തനിയെ വളർന്നുള്ളൂ കേട്ടോ. ഇത് എൻ്റെ ഫേവറേറ്റ് ചെടിയാണ്, അവക്കാഡോ ചെടി. ഞാൻ തന്നെ അതിൻ്റെ വിത്ത് എടുത്തിട്ട് നട്ടതാണ്. അതിപ്പോൾ കണ്ടില്ലേ, ഇത്രയ്ക്ക് ഉയരത്തിൽ വന്നിട്ടുണ്ട്. ചട്ടിയിലാണ് കേട്ടോ പിന്നെ ഞാൻ നട്ടിരിക്കുന്നത്. ഇതധികം ഉയരത്തിൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ തളിരിലകൾ നുള്ളി കൊടുക്കാറുണ്ട്. ഇത് നമ്മളെ ചെടി മുരിങ്ങ കേട്ടോ. മുരിങ്ങ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിതൊരു 4 മുരിങ്ങ ഉണ്ട് നമുക്ക്. മഴക്കാലത്ത് നല്ല രീതിയിൽ ഇതിൻ്റെ ഇലകളെല്ലാം കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നല്ല രീതിയിൽ വളർന്നിട്ടുണ്ട്. ഞാൻ നാളെ തോരനാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇല പറിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണേ. ഓക്കെ, താങ്ക് യു.